ഇന്ന് നിങ്ങളുമായി സംസാരിക്കുവാൻ താല്പര്യപ്പെടുന്നത് ദൈവവചനം എപ്പോൾ പഠിക്കണം എന്നതിനെക്കുറിച്ചാണ്. ഒന്ന്, അധികാരികൾ എതിരാകുമ്പോൾ ദൈവവചനം പഠിക്കണം. പഠിക്കാൻ നല്ല സമയം ഒറ്റപ്പെടുമ്പോൾ, ദുഷ്ടന്മാർ നമ്മെ ഒറ്റപ്പെടുത്തുമ്പോൾ, എല്ലാവരും മാറി നിൽക്കുമ്പോൾ, അവർ കയറുകൊണ്ട് നമ്മളെ ചുറ്റുമ്പോൾ, ഉപദ്രവിക്കാൻ തുടങ്ങുമ്പോൾ, ഏറെക്കുറെ നമ്മളെ ഇല്ലാതാക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വചനത്തിൽ ആനന്ദിക്കുവാൻ കഴിയട്ടെ. അടുത്തതായി, കഷ്ടതയിലാകുമ്പോൾ ദൈവവചനം പഠിക്കാൻ കഴിയും എന്നർത്ഥം. 119 സങ്കീർത്തനം 67 വാക്യം പറയുന്നു, ഞാൻ കഷ്ടതയിലാകുന്നതിനു മുമ്പേ തെറ്റിപ്പോയി, ഇപ്പോൾ ഞാൻ എൻ്റെ വചനം പ്രമാണിക്കുന്നു. അതൊരു വലിയ അറിവാണ്. ഞാൻ കഷ്ടതയിലായി, അതിന് കാരണം അതിനു മുമ്പേ ഞാൻ തെറ്റിപ്പോയി. ഇത് പലപ്പോഴും നമുക്കില്ലാത്തതൊന്നാണ്. നമ്മൾ നമ്മളെ തന്നെ ന്യായീകരിക്കുകയാണ് പതിവ്. അയാൾ അങ്ങനെ ആയതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്തു. നോ, തെറ്റിപ്പോയി എന്നത് അംഗീകരിക്കുവാനുള്ളൊരു നല്ലൊരു മനസ്സാണ് നമുക്ക് ആവശ്യം. തെറ്റിപ്പോകുന്നത് മനുഷ്യ സഹജമാണ്. തെറ്റിപ്പോകുന്നത് തെറ്റല്ല. തെറ്റ് തെറ്റാണെന്ന് അംഗീകരിക്കാതിരിക്കുന്നതാണ് തെറ്റ്. വചനം പറയുന്നു, ലംഘനങ്ങളെ മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലംഘനങ്ങളെ ഏറ്റുപറയാനുള്ളൊരു മനസ്സാണ് വേണ്ടത്. തെറ്റ് പറ്റുന്നത് ഒരിക്കലും ഒരു തെറ്റല്ല. പക്ഷെ അത് ഏറ്റുപറയാൻ ദൈവം വച്ചിരിക്കുന്ന ഓപ്ഷൻ നിരസിച്ചുകൊണ്ട് നമ്മൾ തന്നെ അത്തിയില തുന്നി നമ്മുടെ തെറ്റിനെ മറയ്ക്കാൻ ശ്രമിക്കുന്നതാണ് തെറ്റ്. അതുകൊണ്ട് ലംഘനം ദൈവസന്നിധിയിൽ ഏറ്റുപറയാൻ നമ്മൾ തയ്യാറാകണം. ഇവിടെ പറയുന്നത് ശ്രദ്ധിക്കൂ, ഞാൻ കഷ്ടതയിലാകുന്നതിന് മുമ്പ് തെറ്റിപ്പോയി, ഇപ്പോൾ ഞാൻ നിന്റെ വചനം പ്രമാണിക്കുന്നു. അപ്പോൾ കഷ്ടതയിലാകുന്നത് വചനം പ്രമാണിക്കാൻ നല്ലൊരു സമയമാണ്. അടുത്തതായി 75 വാക്യത്തിൽ പറയുന്നു, യഹോവയെ നിന്റെ വിധികൾ നീതിയുള്ളവയെന്നും വിശ്വസ്തയോടെ നീ എന്നെ താഴ്ത്തിയിരിക്കുന്നു എന്നും ഞാൻ അറിയുന്നു. അത് വചനത്തെക്കുറിച്ചുള്ള അറിവാണ്. ഒന്ന്, നമ്മളെക്കുറിച്ചുള്ള അറിവ്. ഞാൻ കഷ്ടത്തിലായിപ്പോയതിൻ്റെ കാരണം ഞാൻ അതിനു മുമ്പ് തെറ്റിയതാണ്. നമ്പർ 2, ദൈവത്തെക്കുറിച്ചുള്ള അറിവാണ്. നിന്റെ ന്യായപ്രമാണങ്ങൾ നീതിയുള്ളവയാണ്, നീ ന്യായപ്രമാണ പ്രകാരമാണ് എന്നെ താഴ്ത്തിയിരിക്കുന്നത്. അത് നമ്മൾ തിരിച്ചറിയണം. നമ്മൾക്ക് ചിലപ്പോഴും ചോദിക്കാറുണ്ട്, എന്തിനാ എനിക്കിത് സംഭവിച്ചത്? നമ്മൾ വലിയ ആളാണോ? അല്ല. എന്തുകൊണ്ട് എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി എന്നും ചോദിക്കാൻ നമ്മൾ ചോദിച്ചു പോകുന്നത് തിരുവെഴുത്തുകളെക്കുറിച്ചുള്ള അറിവില്ലാഴുക കൊണ്ടാണ്. കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ആധിക്യം നമ്മെ ചിലപ്പോൾ ചില പ്രതിസന്ധികളിലൂടെ നടത്തും. ചിലപ്പോൾ നമ്മുടെ കയ്യിലിരിപ്പുകൾ നമ്മളെ ചില പ്രതിസന്ധിയിലൂടെ നടത്തും. എന്തിനാണ് കർത്താവ് നമ്മെ ചെത്തുന്നതെന്ന് ചോദിച്ചാൽ, ചിലപ്പോൾ ഫലം കായ്ക്കാത്തതുകൊണ്ട്, ചിലപ്പോൾ അധിക ഫലം കായ്ക്കാൻ. ഏതായാലും ഒരു ചെത്തുറപ്പാണ്. ചെത്തുന്നു എങ്കിൽ അത് നമ്മളെ ഗുണപ്പെടാൻ തന്നെയാണ്. അതുകൊണ്ട് ആ കഷ്ടതയിലാകുമ്പോൾ തിരുവെഴുത്തുകളുടെ നിർമ്മലതകളെ ഗ്രഹിക്കുകയാണ് വേണ്ടത്. കഷ്ടത വചനം ഗ്രഹിക്കാൻ, വചനത്തിൻ്റെ ആക്യുറസിയെ മനസ്സിലാക്കാൻ നല്ലൊരു സമയമാണ്. നമ്പർ 3, 83 വാക്യം പറയുന്നു, ഞാൻ പുകയത്തു വച്ച തുരുത്തി പോലെയാകുന്നു, എങ്കിലും നിന്റെ ചട്ടങ്ങൾ മറക്കുന്നില്ല. കഴിഞ്ഞൊരു എപ്പിസോഡിൽ ഞാൻ സംസാരിച്ചിരുന്നു, പുകയത്തു വച്ച തുരുത്തി. റബ്ബർ ഷീറ്റ് അതിൻ്റെ പാകമാകാൻ വേണ്ടി പുകയത്തിടുന്നത് പോലെ വീഞ്ഞ് തുരുത്തിക്കകത്തൊഴിച്ച് പുകയത്ത് കെട്ടിയിട്ടിരിക്കും. പുകയുടെ അനുഭവം നമുക്കറിയാം. പഴയ ചിമ്മിനി ഉപയോഗിച്ചിട്ടുള്ളവർക്കറിയാം. വല്ലാത്ത പ്രതിസന്ധിയാണ്. ജീവിതത്തിൽ അമ്മാതിരി പ്രതിസന്ധിയിലൂടെ കർത്താവ് നമ്മെ അയക്കുമ്പോൾ, നമ്മൾ കടന്നു പോകുമ്പോഴാണ് ചട്ടങ്ങൾ പഠിക്കാൻ പറ്റിയ സമയം. അതുകൊണ്ട് ജീവിതത്തിലെ കഷ്ടതകൾ, വേദനകൾ, ഒറ്റപ്പെടുത്തലുകൾ, രോഗദുരിത പ്രതിസന്ധികളിലായിരിക്കുന്ന സമയങ്ങൾ ഒന്നും മിസ്സാക്കരുത്. വചനത്തെ ഗ്രഹിക്കുക. ആരും കല്യാണത്തിന് വിളിക്കാത്ത സമയം, ആരും ഒരാഘോഷങ്ങൾക്കും വിളിക്കാത്ത സമയം, സാമ്പത്തികമായി തകർന്നിരിക്കുമ്പോൾ, ശാരീരികമായി ബലഹീനതയിലായിരിക്കുമ്പോൾ, ഒറ്റപ്പെട്ടിരിക്കുമ്പോൾ, ആ സമയങ്ങളെല്ലാം നമുക്ക് തിരുവചനം ധ്യാനിക്കുവാൻ വേണ്ടി ഉപയോഗിക്കാം. അവർ കല്യാണത്തിന് വിളിച്ചില്ലല്ലോ എന്നോർത്ത് പിറുപിറുത്ത് സമയം വേസ്റ്റാക്കാതെ, കല്യാണത്തിന് പോകേണ്ടതില്ലല്ലോ എന്നോർത്ത് തിരുവചനം ഗ്രഹിപ്പാൻ നമ്മൾ സമയം ചിലവഴിച്ചാൽ അത് നമുക്ക് ബെനഫിറ്റായി മാറും. അടുത്തതായി 92 വാക്യം, നിന്റെ ന്യായപ്രമാണം എൻ്റെ പ്രബോധമായിരുന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ കഷ്ടതയിൽ നശിച്ചു പോകുമായിരുന്നു. അതൊരു വലിയ തിരിച്ചറിവാ. അപ്പോൾ കഷ്ടതയിൽ നിന്റെ ന്യായപ്രമാണം ഞാൻ പ്രബോധിച്ചു, നിന്റെ ന്യായപ്രമാണം ഞാൻ ഗ്രഹിച്ചു, നിന്റെ ന്യായപ്രമാണം ഞാൻ പഠിച്ചു, അതെൻ്റെ ജീവിതത്തിൽ ആക്ടിവേറ്റായി.
അതാകാതിരുന്നു എങ്കിൽ ഞാൻ എൻ്റെ കഷ്ടതയിൽ നശിച്ചു പോകുമായിരുന്നു. ശരിയല്ലേ? കഷ്ടതകളിലൂടെ നടന്ന് പുറത്തു വന്ന എല്ലാ ഭക്തന്മാർക്കും പറയാൻ കഴിയും, ഞാൻ കഷ്ടതയിലായത് എനിക്ക് വചനം പഠിപ്പാൻ കഴിഞ്ഞു, എനിക്കൊരുപാട് സത്യങ്ങൾ പഠിക്കാൻ കഴിഞ്ഞു. ഒരുപാട് ആളുകൾ കൂടെയുണ്ടെന്ന് തെറ്റിദ്ധരിച്ചു, പക്ഷെ പ്രതിസന്ധിയിൽ ഒറ്റപ്പെട്ടപ്പോൾ ആരുമില്ലെന്ന തിരിച്ചറിവ് നമുക്കുണ്ടായി. എന്തൊക്കെയോ ഉണ്ടെന്ന്, ആരൊക്കെയോ ഉണ്ടെന്ന്, എന്തൊക്കെയോ അധികാരങ്ങളുണ്ടെന്നൊക്കെ തെറ്റിദ്ധാരണകൾ നമുക്കുണ്ടായിരുന്നു. പക്ഷെ കഷ്ടത നമ്മെ ശരിയെന്താണെന്ന് പഠിപ്പിക്കും. അതാ ഇവിടെ പറയുന്നത്, നിന്റെ ന്യായപ്രമാണം എൻ്റെ പ്രമോദമായിരുന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ കഷ്ടതയിൽ നശിച്ചു പോകുമായിരുന്നു. എത്ര വലിയൊരു തിരിച്ചറിവാണ്. അടുത്തതായി 71 വാക്യം പറയുന്നു, നിന്റെ ചട്ടങ്ങൾ പഠിക്കുവാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായിരുന്നത് എനിക്ക് ഗുണമായി. അപ്പോൾ കഷ്ടത, വചനം പഠിക്കാൻ നല്ല സമയം കഷ്ടതയിലായിരിക്കുന്നതാണ്. കഷ്ടതയിലായിപ്പോയി എന്ന് പറഞ്ഞ് മാറിയിരിക്കരുത്. കഷ്ടത വചനം പഠിക്കാൻ നല്ല സമയമാണ്. എപ്പോഴും വചനം പഠിക്കാൻ ചുറ്റുപാടുകൾ, ഡിസ്ട്രാക്ഷൻ ഇല്ലാതെ ശരിക്കും കോൺസെൻട്രേറ്റ് ചെയ്ത് വചനം പഠിക്കാൻ നല്ല സമയം കഷ്ടതയാണ്. ഇവിടെ ആദ്യം പറഞ്ഞത് ഞാൻ കഷ്ടതയിലാകുന്നതിന് മുമ്പേ തെറ്റിപ്പോയി. രണ്ടാമത് പറയുന്നത് എന്നെ കഷ്ടതയിലാക്കിയത്, ഈ താഴ്ചയിലാക്കിയത് കർത്താവിൻ്റെ വചനത്തിൻ്റെ കൃത്യതയാണ്. അടുത്ത് പറയുന്നു, ഞാൻ പുകയത്തിരിക്കുന്ന തുരുത്തി പോലെയാണ്, ന്യായപ്രമാണം ഞാൻ മറക്കുകയില്ല. അടുത്ത് പറയുന്നു, കഷ്ടതയിൽ ന്യായപ്രമാണം പ്രമോദമായിരുന്നില്ലെങ്കിൽ ഞാൻ നശിച്ചു പോകുമായിരുന്നു. അതിൻ്റെ അർത്ഥം കഷ്ടതയിൽ ഞാനത് പ്രമോദിച്ചു കൊണ്ടിരുന്നു. അടുത്ത് പറയുന്നു, ഞാൻ കഷ്ടതയിലായത് എനിക്ക് വചനം പഠിപ്പാൻ ഏറെ ഗുണമായി. കാര്യം മനസ്സിലായി കാണും, കഷ്ടതയിലാകുന്നത് വചനം പഠിപ്പാൻ നല്ല സമയമാണ്. അപ്പോൾ എപ്പോൾ പഠിക്കണം? കഷ്ടതയിലാകുമ്പോൾ പഠിക്കണം. അടുത്തതായി രാത്രിയിൽ പഠിക്കണം. 55 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, യഹോവേ രാത്രിയിൽ ഞാൻ തിരുനാമം ഓർക്കുന്നു, നിന്റെ ന്യായപ്രമാണം ഞാൻ ആചരിക്കുന്നു. രാത്രി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാം. ഒന്ന്, നമ്മൾ പൊതുവിൽ കാണുന്ന രാത്രി, പകലും രാത്രി, അതിൽ രാത്രി. രാത്രി മാക്സിമം എല്ലാവരും ഒറ്റപ്പെടുന്ന സമയമാണ്. മറ്റെല്ലാവരും നമ്മെ വിട്ടുപോകുന്ന സമയമാണ്. ശല്യം ചെയ്യാൻ ആളില്ലാത്ത സമയം, സഹായിക്കാൻ ആളില്ലാത്ത സമയം, നമ്മൾ ഒറ്റയ്ക്കാകുന്ന സമയം, ദ ടൈം ഓഫ് റെസ്റ്റ്. രോഗികളെ സംബന്ധിച്ചിടത്തോളം ദ ടൈം ഓഫ് ഡിസ്ട്രാക്ഷൻ. ബാക്കിയെല്ലാം മനസ്സിലാവുന്നുണ്ടാവും. രാത്രി, വചനം പറയുന്നു രാത്രി കഴിവാറായി. അത് ഈ ലോകം ഇന്ന് രാത്രിയിലാണ്. നമുക്ക് വേണ്ടി ഒരു പ്രഭാതം ഉദിക്കാൻ പോവുകയാണ്. ഇൻ ഓൾ സെൻസ്, ഇൻ എവറി സെൻസ്, രാത്രി വചനം പഠിപ്പാൻ നല്ല സമയമാണ്. ജീവിതത്തിലെ രാത്രികൾ, ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങൾ, എല്ലാവരും വിട്ടേച്ചു പോകുന്ന ഘട്ടങ്ങൾ, നേരം വെളുത്തെങ്കിൽ ഈ അവസ്ഥയ്ക്കൊരു വ്യത്യാസം വന്നെങ്കിലെന്ന് ഹൃദയം കൊണ്ടറിയാതെ ആഗ്രഹിച്ചു പോകുന്ന സമയങ്ങൾ. That's the very best time to learn the word of God, to meditate on it and to enjoy on it. അടുത്തതായി ദിവസം മുഴുവൻ വചനം പഠിക്കണം. 97 വാക്യം, നിന്റെ ന്യായപ്രമാണം എനിക്ക് എത്രയോ പ്രിയം, ദിവസം മുഴുവൻ അതെൻ്റെ ധ്യാനമാകുന്നു. അപ്പോൾ പഠിക്കാൻ പറ്റിയ സമയം ദിവസം മുഴുവൻ. ഇപ്പോൾ നമ്മൾ ചോദിക്കും, വേറെ ജോലിക്ക് പോകണ്ടേ? ജോലിയുടെ ഇടയിലും ധ്യാനിക്കുവാൻ കഴിയും. ഏത് സമയത്തും തിരുവചനം ധ്യാനിക്കുവാൻ കഴിയും. നമ്മുടെ ഹൃദയത്തെ തിരുവചനത്തിൽ ഉറപ്പിക്കുവാൻ കഴിയും. 1 സങ്കീർത്തനം ഇങ്ങനെ പറയുന്നു, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. നമുക്കും ഇഷ്ടമല്ലേ ഭാഗ്യവാനാകാൻ? ഭാഗ്യവാനാവുക ഒരു നല്ല കാര്യമല്ലേ? ഭാഗ്യവാന്റെ ഓപ്പോസിറ്റ് ശപിക്കപ്പെടുക എന്നുള്ളതാണ്. എന്തിന് ശപിക്കപ്പെടണം? മറ്റു പലതും ചിന്തിച്ച് ആയുസ് പാഴാക്കി കളയുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് തിരുവചനം ചിന്തിച്ച് അതിനെ ധ്യാനിച്ച് അനുഗ്രഹിക്കപ്പെടുക. ദാറ്റ്സ് എ ബ്ലെസ്ഡ് ടൈം. കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സമയം. അപ്പോൾ രാവിലെ തോറും അല്ലെങ്കിൽ പകൽ മുഴുവൻ, ദിവസം മുഴുവൻ വചനം ധ്യാനിക്കുവാൻ നല്ലതാണ്. 109 വാക്യം ഇങ്ങനെ പറയുന്നു, ഞാൻ പ്രാണത്യാഗം ചെയ്യുവാൻ എല്ലായ്പ്പോഴും ഒരുങ്ങിയിരിക്കുന്നു, എങ്കിലും നിന്റെ ന്യായപ്രമാണം ഞാൻ മറക്കുന്നില്ല. മരണാസന്ന നിലയിലെന്ന് പറയാം. മരണാസന്ന നിലയിൽ ശത്രുക്കൾ മുഴുവൻ ചുറ്റും ചുറ്റിക്കഴിഞ്ഞു. അത് ഇംഗ്ലീഷിൽ പറയുന്നത് എങ്ങനെയാണ്? എൻ്റെ പ്രാണൻ എൻ്റെ കയ്യിലിരിക്കുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും മരണം സംഭവിക്കുവാനുള്ള സാധ്യതയുണ്ട്.
My soul is not in a safe mood, it's in my hand. At any time they will grab it. ഏത് സമയത്തും അവർ പിടിച്ചു പറിച്ചു കൊണ്ടുപോകാം, ഏത് സമയത്തും ഞാൻ ചത്തുപോകാം. മരണാസന്ന നിലയിൽ. താങ്കൾ രോഗത്തിൻ്റെ മരണാസന്ന നിലയിലാണോ? ഡോക്ടേഴ്സ് താങ്കൾ പെട്ടെന്ന് മരിച്ചു പോകുമെന്ന് പറയുകയാണോ? ഒരു ചികിത്സയ്ക്കും അവർ തയ്യാറാകാതെ അവർ മാറി നിൽക്കുകയാണോ? ഭാരപ്പെടേണ്ട. വചനം പഠിക്കാനത് നല്ല സമയമാണ്. തിരുവെഴുത്തുകളെ ഗ്രഹിപ്പാനത് നല്ല സമയമാണ്. തിരുവെഴുത്ത് ധ്യാനിക്കാനത് നല്ല സമയമാണ്. മരണാസന്ന നിലയിൽ മരിച്ചു പോകുമെന്ന് തോന്നുന്നുണ്ടോ? പ്രതിസന്ധികൾ നിറഞ്ഞിട്ട് തകർന്നു പോകുമെന്ന് തോന്നുന്നുണ്ടോ? ദാറ്റ്സ് എക്സാക്ട് ടൈം. ഇറ്റ്സ് ദ ബെസ്റ്റ് ടൈം ടു ലേൺ ദ വേർഡ് ഓഫ് ഗാഡ്, ടു മെഡിറ്റേറ്റ് ഓൺ ഇറ്റ്. അടുത്തതായി 54-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നിന്റെ ചട്ടങ്ങൾ എൻ്റെ കീർത്തനങ്ങളാകുന്നു. ദൈവത്തിൻ്റെ ചട്ടം പാടി നടക്കാൻ, പഠിച്ച് ഗ്രഹിച്ച് ഹൃദയത്തിലാക്കി പാടി നടക്കാൻ പറ്റിയ സമയം പരദേശവാസം. നമ്മുടെ പരദേശവാസം ഈ ഭൂമിയിലാണ്. ഈ ഭൂമിയിൽ നമ്മൾ പരദേശികളാണ്. വളരെ പെട്ടെന്ന് നമ്മുടെ പരദേശവാസം തീരും. നമ്മൾ അക്കരയ്ക്ക് പറന്നു പോകും. ദാറ്റ് മീൻസ് നമ്മൾ ഈ ഭൂമിയിൽ പരദേശിയായിരിക്കുന്ന സമയം നമുക്ക് പാടുവാനുള്ളത് കർത്താവിൻ്റെ ചട്ടങ്ങളാണ്, കർത്താവിൻ്റെ മഹത്വങ്ങളാണ്. അങ്ങനെ കർത്താവിൻ്റെ മഹത്വങ്ങൾ, കർത്താവിൻ്റെ ചട്ടങ്ങൾ തിരുവെഴുത്തിൽ നിന്ന് ലഭ്യമാകുന്ന സമയങ്ങളിലെല്ലാം പഠിച്ച് നിശ്ചയം പ്രാപിച്ച് നമുക്ക് നിത്യതയ്ക്ക് ഒരുങ്ങാം. അപ്പോൾ എപ്പോഴാണ് ദൈവവചനം പഠിക്കേണ്ടത്? 1, അധികാരികൾ എതിരാകുമ്പോൾ. 2, ദുഷ്ടന്മാരെതിരാകുമ്പോൾ. 3, കഷ്ടതയിലാകുമ്പോൾ. 4, രാത്രിയിൽ. 5, ദിവസം മുഴുവൻ. 6, മരണാസന്ന നിലയിൽ. 7, പരദേശവാസം മുഴുവൻ. ഇവകളിലല്ലാതെ ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു. നിങ്ങൾക്ക് വചനം പഠിക്കണ്ട. വചനം പഠിച്ച്, വചനത്തിലെ നിർമ്മലതകൾ പഠിച്ച്, അതിനെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ച്, ആ പഠനത്തിനാണ് തിയോളജി എന്ന് പറയുന്നത്, സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ച് നമ്മുടെ ജീവിതം ആനന്ദകരമാക്കാം, നിത്യതയ്ക്കൊരുങ്ങാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.